അടുത്തയാഴ്ച UAE-യിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരക്കിട്ട ഔദ്യോഗിക പരിപാടികൾ. 2 ദിവസത്തിലേറെ നീളുന്ന സന്ദർശനത്തിനായാണ് മോദി ഇത്തവണ UAE-യിലെത്തുന്നത്. പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദിയുടെ 7ാമത് UAE സന്ദർശനമാണ് ഇത്. രാജ്യം മറ്റൊരു പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിലെത്തുകയാണ്. ഫെബ്രുവരി 12 മുതൽ 14 വരെയാണ് മോദി UAE-യിലുണ്ടാവുക. 2 ദിവസങ്ങളിലേറെ നീളുന്ന തിരക്കിട്ട ഔദ്യോഗിക പരിപാടികളാണ് അദ്ദേഹത്തിന്. 12 വൈകിട്ട് UAE-യിലെത്തുന്ന പ്രധാനമന്ത്രി UAE രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. 13 വൈകിട്ടാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മഹാസമ്മേളനത്തിന് അഹ്ലൻ മോദി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതിനകം 60,000-ലേറെ പേർ പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. വിവിധ പ്രവാസി സംഘടനകളുടെ സഹകരണത്തോടെ UAE-യിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയമാണ് സമ്മേളന പരിപാടിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇന്ത്യ UAE സൗഹൃദം അടിസ്ഥാനമാക്കിയുള്ള വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ഫെബ്രുവരി 14 അബുദാബി ഹിന്ദു ക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. അബുദാബി ദുബായ് ദേശീയപാതയിൽ അബു മുറൈഖയിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് ചടങ്ങിലേക്ക് പ്രവേശനമുള്ളത്. ദുബായ് മദീനത്ത് ജുമൈറയിൽ നടക്കുന്ന വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫെബ്രുവരി 12 മുതൽ 14 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യ അതിഥി രാഷ്ട്രമാണ്. ഫെബ്രുവരി 14 ഉച്ചയ്ക്ക് 12:30 പ്രധാനമന്ത്രി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികൾ അധിവസിക്കുന്ന ഗൾഫ് രാജ്യമാണ് UAE. അതുകൊണ്ട് തന്നെ പൊതു തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രസക്തി ഏറെയാണ്. 34 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UAE-യിലെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന വിശേഷണത്തോടെയായിരുന്നു 2015 നരേന്ദ്രമോദിയുടെ ആദ്യ UAE സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ, നയതന്ത്ര, സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു മോദിയുടെ UAE സന്ദർശനങ്ങൾ എല്ലാം. പ്രധാനമന്ത്രിയുടെ 7ാമത്തെ UAE സന്ദർശനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ പ്രവാസി സമൂഹം. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്.